ഇതാമാളു, ഇത് കുടിക്ക്. എനിക്ക് വേണ്ട ഗംഗേ. ആ, അങ്ങനെ പറയല്ലേ. ഇതോടെ കുടിച്ചിട്ട് വേണം പോവാൻ. കണ്ടോ അച്ഛാ, ഞാൻ ഭക്ഷണം കഴിച്ചതാ. ഇപ്പൊ ഗംഗ പാല് കുടിക്കാൻ പറയുന്ന കണ്ടില്ലേ? അതുകൂടി കുടിക്കുമ്പോളെ എങ്ങ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നല്ലേ. കുടിക്കണോ? എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ കുടിക്കണം. നീ എന്തിനാ ഗംഗ മാളുവിനെ വെറുതെ നിർബന്ധിക്കുന്നേ? അവൾക്ക് വേണ്ടെങ്കിൽ നിർബന്ധിച്ചു കുടിപ്പിച്ച മോള് വോമിറ്റ് ചെയ്യില്ലേ? അത് നിനക്കറിയില്ലേ ശ്രേയെ? മാളുവിനോട് സ്നേഹവും കരുതലും ഗംഗയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കാനുള്ള നാടകം ഇവിടെ നടക്കുന്നേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ഗംഗയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാ ഓരോന്ന് ചെയ്യുന്നത്. ആ പാലിതാ ഗംഗേ. അമ്മ ഇതെവിടെ പോയതാ? ഞാൻ ക്ഷേത്രത്തിൽ പോയി. ഇന്നല്ലേ മാളുവിന്റെ കോമ്പറ്റീഷൻ. മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വഴിപാട് നടത്തി. നിങ്ങളുടെയൊക്കെ പാവം കണ്ട മാളു ഏതോ നിയമസഭയിലാണ് പ്രസംഗിക്കാൻ പോകുന്നതെന്ന് തോന്നും. മക്കൾ എത്ര ചെറിയ കാര്യം ചെയ്താലും അവരെ സ്നേഹിക്കുന്നവർക്കും മാതാപിതാക്കൾക്കും അത് വലിയ കാര്യം തന്നെയാ. ദേ, എന്റെ കുഞ്ഞിന്റെ ഓരോ വളർച്ചയും അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. എവിടെ എന്ത് പറയണമെന്ന് അല്ലെങ്കിലും അജിത്തേട്ടനെ അറിയില്ലല്ലോ. ഈ സമയത്ത് നിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ മോളെ. മാളു നിർബന്ധം പിടിച്ചതുകൊണ്ടാ. അല്ലെങ്കിൽ നമുക്ക് മാളുവിനെ കാറിൽ തന്നെ കൊണ്ടുപോയിരുന്നു. അത് വേണ്ട. ഇന്ന് ഞാൻ അജിത്തിന്റെ കൂടെ കാറിലല്ലേ പോകുന്നത്. ഇന്നെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അപ്പോ എന്റെ കൂടെ പോരുന്നത് എൻജോയ്മെന്റ് അല്ലെന്നാണോ മാള് പറയുന്നേ? പിന്നെ അത് നേരല്ലേ. ഞാൻ ആയതുകൊണ്ട് സഹിക്കുവാ. രേഷ്മയ്ക്ക് പോലും അജിത്തിന്റെ കൂടെ വരുന്നത് ഇഷ്ടമല്ല. പിന്നെയാ ഞാൻ ചോദിക്കണ്ടായിരുന്നു. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ചോദിച്ചു വാങ്ങിച്ചതല്ലേ. എനിക്ക് പിന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാം. വണ്ടി വന്നാ പെട്ടെന്ന് തന്നെ പോവാല്ലോ. അയ്യോ വേണ്ട മഹി. എന്താ അമ്മേ? 15 മിനിറ്റോടെ രാഹുകാലമാണ്. അത് കഴിഞ്ഞിറങ്ങാം, അതാ നല്ലത്. അതൊക്കെ നോക്കണം നാത്തൂനെ. പിന്നെ മാളു ആദ്യമായിട്ടൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നതല്ലേ. എല്ലാം നല്ലതായി തന്നെ വേണം. എങ്കിൽ ഞാനെന്റെ അകത്തേക്ക് ചെല്ലട്ടെ. വല്ലാത്തൊരു തളർച്ച പോലെ കുറച്ചു നേരം കിടക്കട്ടെ. ഞാൻ പറഞ്ഞു അമ്മേ. വേണ്ട, നീ മാളുവിനെ യാത്രയ്ക്ക്. അവളുടെ അമ്മയാ നീ, അത് മറക്കണ്ട. ശരി അമ്മ. മോൾക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. എന്തിനാ ടെൻഷൻ? അച്ഛൻ എന്നെ എല്ലാം നന്നായി പഠിപ്പിച്ചിട്ടില്ലേ? ചേട്ടാ, അവിടെ നിന്ന് മാറിയിരിക്കാവോ? ഇപ്പൊ എത്തുന്ന വീട്ടിൽ നിന്ന് ഒരു കുട്ടി കേറാനുണ്ട്. അതിനെന്താ? ആ, മാളവിക മഹേശ്വരന്റെ വീടെത്താറായി. മാളവിക ഇപ്പൊ വരുമല്ലേ ടീച്ചറെ? മാളവിക അല്ലേ ടീച്ചറെ ഇവിടെ ഇരിക്കുന്നത്? അതെ അതെ. അപ്പോ ഇത് തന്നെയാണ് ആ കുട്ടിയിരിക്കുന്ന സീറ്റ്. അതെ, ഈ സീറ്റിന് ചെറിയൊരു ഇളക്കമുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ഇരുന്ന് നോക്കിയതാ. ശരി. സാർ,
എവിടെത്തി? അത് വീടിനടുത്ത് എത്താറായി. കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വൃത്തിയായിട്ട് തന്നെ ചെയ്യണം. ചെയ്യാം സർ. പക്ഷേ എന്താ ഒരു സംശയം? അല്ല സർ, ബസ്സിൽ വേറെ ആളുകളുണ്ടല്ലോ. അപ്പോൾ ബോംബ് പൊട്ടുമ്പോൾ അവർക്കും അപകടം പറ്റില്ലേ സർ? എന്റെ ലക്ഷ്യം മാളുവാ. മാളു പൊട്ടിത്തെറിക്കണം. അതിനൊപ്പം ആര് മരിക്കുന്നു എന്നൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അത് അവരുടെ വിധിയെന്ന് കരുതിയാൽ മതി. അല്ല, എന്നാലും ഒന്നും അറിയാത്ത ഈ കുഞ്ഞുങ്ങൾ എന്ത് പിഴച്ചു? ഇവരുടെ സന്തോഷം കളിയും ചിരിയും കണ്ടിട്ട് എൻ്റെ കൈയും കാലും വിറയ്ക്കുന്നു സാർ. താൻ കൂടുതൽ പുണ്യാളനൊന്നും ആവാൻ നോക്കണ്ട. അത് ഏൽപ്പിച്ച ജോലി മാത്രം കൊണ്ട് ചെയ്യേ. ഓക്കെ സർ. ആർക്കും ഒരു സംശയവും തോന്നാൻ പാടില്ല. നല്ല ശ്രദ്ധ വേണം. സ്വാഭാവികമായ ഒരു അപകടമായി മാത്രമേ ഇത് തോന്നാൻ പാടുള്ളൂ. ശരി സാർ. സാർ ആഗ്രഹിക്കുന്ന വാർത്ത കേൾക്കാൻ സാറ് എന്തായാലും കാത്തിരുന്നോ? ഓക്കെ. കാര്യം ഭംഗിയായി നടന്ന ആ സെക്കൻഡിൽ തന്നെ തനിക്കുള്ള ബാലൻസ് എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിരിക്കും. ഓക്കെ സർ. അപ്പോൾ ഓക്കെ. അതെ, വണ്ടി ഒന്ന് ഒതുക്കിയിട്ടോ, മാള് വരുന്നതേ ഉള്ളൂ. അങ്കിൾ, മാളവിക വരാൻ എന്താ എത്ര ലേറ്റ് ആവുന്നത്? ആദ്യമായിട്ടൊരു മത്സരത്തിന് പോവുകയല്ലേ, അതിന്റെ തയ്യാറെടുപ്പാ. മാളു ഇപ്പൊ വരും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മാളവികയെ വിളിക്കാം. മാളവിക വേഗം വരൂ. മാളവിക വേഗം വരൂ. അയാൾ എന്താ കയ്യിലെടുത്തത്? നിങ്ങൾ എന്തായി ചെയ്യുന്നേ? അത് ഈ സീറ്റിനെന്തോ ഇളക്കമുണ്ട്, അതൊന്ന് ശരിയാക്കുക. ശരി ശരി, വേഗം ആയിക്കോട്ടെ. മാളവിക വേഗം വരൂ. ഈ കുട്ടികള്, സൈലൻസ് പ്ലീസ്. നിങ്ങൾ എന്താ കുട്ടികൾ ഇങ്ങനെ ഡിസിപ്ലിൻ ഇല്ലാതെ പെരുമാറുന്നത്? വഴക്ക് പറയണ്ട മിസ്, ഇതൊരു പ്ലഷർ ട്രിപ്പായിട്ട് അവരെ എൻജോയ് ചെയ്യട്ടെ. ആ ശരി. അതൊരു ബോംബാണല്ലോ. അയാൾ എന്തിനാ ബസ്സിൽ ബോംബ് വയ്ക്കുന്നത്? ഇത് നകുൽ ഏർപ്പാടാക്കിയ ആളായിരിക്കും. മാളുവിനെ ഇല്ലാതാക്കാൻ അവൻ ചെയ്ത പ്ലാൻ ആയിരിക്കും. എന്റെ മോള്, അവളെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ആ മാളു പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ഇത് മോളുടെ ഫസ്റ്റ് കോമ്പറ്റീഷനാ. നല്ല മിടുക്കി കുട്ടിയായി ടെൻഷനൊന്നും കൂടാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. ശരി അച്ഛാ. അതൊക്കെ എന്റെ മാളു ഭംഗിയായിട്ട് ചെയ്യും, അല്ലേ മാളു? ഓ, അതിനിവൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനല്ലേ പോകുന്നേ? എന്തൊരു ഷോ ഇത്! അയ്യോ, എന്റെ മോൾ ആ ബസ്സിൽ വിടരുത്.
മാളുവിന് അല്ലെങ്കിൽ സ്റ്റേജ് ഫെയർ ഒന്നുമില്ല. അവള് നന്നായി തന്നെ മത്സരിക്കും. നിങ്ങളൊക്കെ ഇതിനെ എന്തിനാ വലിയ കാര്യമാക്കുന്നേ? ഇതൊക്കെ ഒരു തമാശയായിട്ട് കണ്ടാ പോരെ? അതെ, മാതാപിതാക്കളുടെ ഈ ഒരു ചിന്തയാണ് പിള്ളേരിൽ മത്സര ബുദ്ധി ഉണ്ടാക്കുന്നത്. എല്ലാ മത്സരങ്ങളിലും ഫസ്റ്റ് വാങ്ങണമെന്ന ചിന്തയല്ലേ കുട്ടികളിലേക്ക് മാതാപിതാക്കൾ എത്തിക്കുന്നത്? അതൊക്കെ അജിത്ത് ഇപ്പൊ പറയും. നാളെ അജിത്ത് ഒരു അച്ഛനായി കഴിയുമ്പോൾ കാണാം. എത്രയൊക്കെ ന്യായം പറഞ്ഞാലും കുഞ്ഞുങ്ങളുടെ ഒരു ചെറുതായാലും വിജയം കാണാൻ ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കും. അതിന് അവരെ തെറ്റു പറയാൻ പറ്റില്ല. അതെ അതെ, നമ്മുടെ മക്കൾ ഒരു കാര്യത്തിൽ പങ്കെടുത്ത് വിജയിക്കുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും സ്വപ്നമാണ്. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ഈ മത്സരത്തിന് ഫസ്റ്റ് വാങ്ങി. ആണോ? അങ്ങനെ ഫസ്റ്റ് ആയ എന്ത് സമ്മാന അച്ഛൻ മാളുവിന് വാങ്ങിത്തരേണ്ടത്? ഞാൻ പറഞ്ഞ അച്ഛൻ വാങ്ങിത്തരുവോ? പിന്നെന്താ, എന്താ സംശയം? എന്താ എന്റെ മാളുക്കുട്ടിക്ക് വേണ്ടത്? പറയട്ടെ? മാള് പറഞ്ഞോ, ഈ ചാൻസ് കളയണ്ട. ഞാൻ അച്ഛനോട് മാത്രമായിട്ട് പറയാം. പറ. ഞാൻ ഫസ്റ്റ് വാങ്ങിയാൽ അച്ഛൻ ഗംഗയെ കല്യാണം കഴിക്കൂ. എന്താ മഹിമാള് പറഞ്ഞത്? അതൊന്നും ആരോടും പറയാൻ പറ്റില്ല. ഓ, ഞാനും അച്ഛനും മാത്രം അറിയേണ്ട രഹസ്യം അത് അല്ലേ അച്ഛാ? അതെ അതെ. ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും മഹിയേട്ടൻ ഗിഫ്റ്റ് തരുമ്പോ നമ്മളത് കാണുമല്ലോ, അല്ലേ ആന്റി? എന്റെ അച്ഛൻ എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാ അത്. കിട്ടിക്കഴിയുമ്പോ ഞാൻ ശ്രേയെ കാണിക്കാം. എന്റെ കുഞ്ഞിനെ പറഞ്ഞയക്കരുത് മഹിയേട്ട, അത് അപകടമാണ്. ഗംഗേ, നീ എങ്കിലും ഒന്ന് കേക്ക്. എന്റെ മാളുവിന്റെ ജീവൻ അപകടത്തിലാ. ആ ബസ്സിൽ എന്റെ കുഞ്ഞിനെ വിടരുത്. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഞാൻ സീറ്റ് ശരിയാക്കുക. സീറ്റിന് എന്ത് പറ്റി? ഇതിന് ചെറിയൊരു ഇളക്കമുണ്ട്. താൻ ഏതാ? ഇതിനു മുമ്പ് സ്കൂളിലെ സ്റ്റാഫുകളിൽ കണ്ടിട്ടില്ലല്ലോ. ഈ വണ്ടിയിലെ ഹെൽപ്പറിന് സുഖമില്ല, ഞാൻ പകരം വന്നതാ. സീറ്റ് ശരിയല്ലാത്ത ബസ്സിലാണോ കുട്ടികളെ കൊണ്ടുവന്നത്? ഞാൻ സ്കൂളിൽ വിളിച്ച് വേറെ വണ്ടി അയക്കാൻ പറയാം. വേണ്ട വേണ്ട, ഇത് ഇപ്പൊ ശരിയായി, സ്ട്രോങ് ആയി. ഡ്രൈവർ അവിടെ. നിങ്ങൾ വേഗം പോകാൻ നോക്ക്. മത്സരം തുടങ്ങുന്നതിന് മുമ്പേ അവിടെ എത്തേണ്ടല്ലോ കുട്ടികൾക്ക്. ഇപ്പൊ വരും, ചായ കുടിക്കാൻ പോയതാ. എന്താ? അയ്യോ അയ്യോ, എന്തുപറ്റി? അയ്യോ, എന്താ ഇവർക്ക് എന്താ പറ്റിയ? ഇവർക്കിതെന്താ പറ്റിയേ? വരുന്ന വഴിക്ക് വയറിന് പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. അവരെ അങ്ങോട്ട് പിടിച്ചിരുത്ത. നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. കുഴപ്പമില്ല, കുറച്ചു മുന്നേ ലഡു കഴിച്ചിരുന്നു, അതിന്റെ ആവും. എവിടെന്നാ ലഡു കഴിച്ചത്? പുതിയ ഹെൽപ്പർ തന്നതാ. അയാള് ജോലിക്ക് കയറിയതിന്റെ സന്തോഷത്തിൽ. മോളിവിടെ നിൽക്കി. നിങ്ങൾ എവിടെന്നാ ലഡു വാങ്ങിയത്? അത് പഴയത് വലുതായിരുന്നോ? അല്ല സർ, ലഡുവിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞാനും കഴിച്ചതല്ലേ. കുട്ടികളും ലഡു കഴിച്ചോ? ഇല്ല, അവർക്ക് മിഠായിയാ കൊടുത്തത്. എന്നാലും അവർ കുറച്ചു നേരം പുറത്തിറങ്ങി നിൽക്കട്ടെ.
ആ അത് ശരിയാ. മക്കളെ എല്ലാരും വന്നേ, പുറത്തേക്ക് ഇറങ്ങിക്കാം. വാ എല്ലാരും വാ, പുറത്തേക്ക് ഇറങ്ങാം. വാ ഇറങ്ങിക്കോ. വാ വാ എല്ലാരും ഇറങ്ങ. വാ വാ. വാ വാ. ആ സൂക്ഷിച്ചിറങ്ങണേ. ആ വാ മോള് വാ. ആരും വണ്ടിയിലില്ലെങ്കിൽ ബോംബ് ഫിറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. നിങ്ങളെല്ലാം അത് ശരിയായെന്ന് പറഞ്ഞേ. ആ അതെ, ഇത് ശരിയാക്കി ഓട്ടത്തിൽ പോകാതിരിക്കാനേ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്തതാ. ആ നിങ്ങൾ ഈ വണ്ടിയുടെ ഡ്രൈവർ അല്ലേ? അതെ. പെട്ടെന്ന് അവിടെ എത്തേണ്ടതല്ലേ, ഇങ്ങനെ വണ്ടി ഇട്ടിട്ട് പോകാവോ? ഇവിടുത്തെ കുട്ടി വരാൻ സമയം എടുക്കുമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുമില്ല. അതാ സാർ കഴിക്കാൻ പോയത്. ശരി ശരി ചെല്ല്. ആ നമുക്ക് ഹോസ്പിറ്റലിൽ പോണെങ്കിൽ പോവാം. വേണ്ട, ഞങ്ങൾക്ക് കുറച്ചേരം ഇരുന്നാ മതി. ഒട്ടും ആശ്വാസം തോന്നുന്നില്ലേ? ഇല്ല, ശരീരം തളരുന്ന പോലെ. തല ഉയർത്തി പിടിക്കാൻ പോലും സാധിക്കുന്നില്ല. അതെ, ഈ അവസ്ഥയിൽ ഇനി യാത്ര ചെയ്യാൻ പോലും പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങൾ എങ്ങനെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കും? മോള് വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഒരു വഴിയില്ല മഹേട്ട. ഈ അവസ്ഥയിൽ ഇനി പോണ്ടെന്ന് തീരുമാനിക്കാനേ സാധിക്കൂ. അയ്യോ, ഇനി യാത്ര ചെയ്താൽ ഞങ്ങൾ മരിച്ചു പോകും. അത്രയ്ക്ക് വയ്യ. ടീച്ചേഴ്സ് ഇല്ലാതെ ബസ്സിൽ പോകാൻ പെർമിഷനും ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? കുട്ടികൾ ഇത്രയും ആഗ്രഹിച്ച് ഇവിടം വരെ വന്നിട്ട് പോവാതിരുന്ന ടീച്ചേഴ്സ് ഇല്ലെങ്കിലും സാരമില്ല, പാരന്റ്സ് ആരെങ്കിലും കൂടെ ചെന്നാ മതി. ഈ അവസാന നിമിഷം ഇനി ആര് പോവാനാ? ഞാൻ പോവാം. നീ അതിനിതിലെ ഏത് കുട്ടിയുടെ പാരന്റാ? എന്റെ അമ്മയാ. മഹേട്ട, മാളു ഒരുപാട് ആഗ്രഹിച്ചതാ. അവൾ ഒത്തിരി കഷ്ടപ്പെട്ടതുവാ. പോവാൻ പറ്റിയില്ലെങ്കിൽ അത് മാളുവിന് വലിയ സങ്കടാവും. നമ്മുടെ മാളുവിനെ പോലെ തന്നെയല്ലേ മറ്റു കുട്ടികളും. മഹേട്ടൻ സമ്മതിച്ച മാളുവിന്റെ കൂടെ ഞാൻ പോവാം. അമ്മേ, ഗംഗ പറഞ്ഞാൽ ശരി. ആരെങ്കിലും കൂടെ പോയാൽ മതിയെങ്കിൽ ഗംഗ പോട്ടെ. കുട്ടികളുടെ മത്സരവും മുടങ്ങില്ലല്ലോ. വേണമെങ്കിൽ ഞാനും കൂടെ പോവാം. മഹേട്ടനോ? അത് പറ്റില്ല സർ. കുട്ടികൾക്കൊപ്പം ആരെങ്കിലും സ്ത്രീകൾ ഉണ്ടാവണമെന്നാ നിയമം. വഴിയിൽ എന്തെങ്കിലും അവർക്ക് ആവശ്യം ഉണ്ടായാൽ മാനേജ് ചെയ്യാൻ സ്ത്രീകളല്ലേ വേണ്ടത്. അതെന്ത് വേണേലും ഞാൻ നോക്കിക്കോളാം. മാളുവിന്റെയും ഈ കുഞ്ഞുങ്ങളുടെയും കഷ്ടപ്പാട് വെറുതെ ആവരുത്. എങ്കിൽ പിന്നെ രേഷ്മ കൂടി ഗംഗയ്ക്കൊപ്പം ചെല്ല്. ഞാൻ പോണോ? ആ പോണം. നീ കൂടെ ചെല്ല്. ഗംഗ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം കൂടി മാനേജ് ചെയ്യുന്നേ. അതെ, നീ കൂടെ ചെല്ല് രേഷ്മേ. അപ്പൊ ഗംഗയാണോ എന്റെ കൂടെ വരുന്നത്? അതെ മാളു, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ എന്റെ കൂടെ ഗംഗ ഉണ്ടാവണോന്ന്. വേണ്ട മാളു, മോള് പോണ്ട. ഇവരെ അപകടത്തിലേക്ക് പറഞ്ഞയക്കല്ലേ മഹേട്ട. എങ്കിൽ പിന്നെ സമയം കളയണ്ട. ഗംഗയും രേഷ്മയും വേഗം ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഞങ്ങൾ ഇപ്പൊ തന്നെ സ്കൂളിൽ വിളിച്ച് ഇൻഫോം ചെയ്യാം. ശരി. ആ ബസ്സിൽ ബോംബുണ്ട്. ബസ് ഇവിടുന്ന് പുറപ്പെട്ട മാളു അടക്കം ബസ്സിലുള്ള എല്ലാവർക്കും ആപത്താ. എങ്ങനെയെങ്കിലും ബസ് ഇവിടുന്ന് പോകാതെ തടയണം. ഞാൻ
എന്ത് ചെയ്യും? എങ്ങനെ ബസ് പോകാതെ തടയും? എന്റെ മാളൂനെ ഞാൻ എങ്ങനെ രക്ഷിക്കും? ഇനി നേരം വൈകിയ സ്കൂളിലെത്താൻ വൈകും. എല്ലാരും വേഗം വണ്ടി കയറി. ആ അതെ, നല്ല ട്രാഫിക് ബ്ലോക്കുള്ള സമയമാണ്. എല്ലാവരും പെട്ടെന്ന് വണ്ടി കയറിയേ പോവാം. കുട്ടികളെ ശ്രദ്ധിച്ചോളണേ. ഞങ്ങൾക്ക് തീരെ വയ്യാത്തോണ്ട് മാത്രമാണ് മാറി നിൽക്കുന്നത്. ഒന്നും തോന്നരുത്. അറിയാം ടീച്ചർ, ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. അതെ, ഹോസ്പിറ്റലിൽ പോയിന്ന് ഡോക്ടറെ കാണിക്കേ. ഇപ്പോഴത്തെ വോമിറ്റിംഗ് ഒക്കെ സൂക്ഷിക്കണം. ശരി, താങ്ക് യു. അപ്പോ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് തകർക്കണം. അതിനാലേറ്റു. പക്ഷെ ഞാൻ ചോദിച്ച ഗിഫ്റ്റ് അതച്ഛൻ മറക്കണ്ട.